ഇപ്പോൾ മടങ്ങിയെത്താം. ഇപ്പോൾ കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിലർ എസ് കെ അബൂബക്കർ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ അബൂബക്കർ, ഏതാണ്ട് തീ നിയന്ത്രണ വിധേയമാകുന്നു എന്നൊരു ആശ്വാസ സമയമായോ? ഏകദേശം ഒരു നിയന്ത്രണ വിധേയമായിട്ടാണ് ഇവിടെ തീ സെന്ററിൽ മാത്രമേ കത്തുന്നുള്ളൂ. അപ്പോൾ ഇതിന്റെ ഒരു ഏറ്റവും വലിയ പ്രശ്നം എന്താണ്, 3:30 മണിക്കാണ് ഇവിടെ തീപിടുത്തം ഉണ്ടായത്. പക്ഷെ 4 മണിയായിക്കിന് ഫയർഫോഴ്സ് എത്താൻ കാരണം ആ ഫയർഫോഴ്സ് എത്തിയെങ്കിലും അതിന്റെ വെള്ളം തീർന്നതിന് ശേഷമാണ് മറ്റൊരു ഫയർഫോഴ്സ് എത്തിയത്. അതാണ് തീപിടുത്തത്തിന്റെ ആഘാതം കൂടുതൽ ഉണ്ടാകാനുള്ള ഏറ്റവും വലിയൊരു കാരണം. അപ്പൊ ബീച്ച് യൂണിറ്റ് ബീച്ചിലെ അവിടെ ബിൽഡിംഗ് പണി നടക്കുന്നത് കൊണ്ട് നമ്മൾ വേറൊരു സ്ഥലം കണ്ടെത്താൻ ഇതുവരെ ഒരു കൊല്ലമായിട്ടും വേറൊരു സ്ഥലം കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ട് ബീച്ചിലെ ഫയർഫോഴ്സിന്റെ ഒരു യൂണിറ്റ് മാത്രമേ ഇവിടെ സ്ഥിതി ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും ഗുരുതരമായ ഒരു അവസ്ഥ ഇവിടെ ഉണ്ടാകാൻ കാരണമായിട്ടുള്ളത്. അതായത് 3:30 നമ്മൾ വിവരം അറിയിച്ചു കഴിഞ്ഞ് 4 മണിയായിട്ടാണ് ആദ്യത്തെ എഞ്ചിൻ വരുന്നത്. ആ എഞ്ചിനിലെ വെള്ളം തീർന്നിട്ടാണ് പിന്നൊരു എഞ്ചിൻ വരുന്നത്. അപ്പോ ആദ്യത്തെ ഘട്ടത്തിൽ ഒരൊറ്റ എഞ്ചിൻ മാത്രമേ അവിടെ എത്തിയിരുന്നുള്ളൂ അല്ലെ? എത്തിയിട്ടുള്ളൂ. അവർക്കാണെങ്കിൽ അങ്ങോട്ട് അടുക്കാൻ പറ്റാത്ത രീതിയിൽ ഈ ഷീറ്റും മറ്റു പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ആ സ്ഥാനത്തിൽ ആ സമയത്ത് തന്നെ ഒരു 4-5 യൂണിറ്റ് വരാണെങ്കിൽ ഈ തീ അനക്കാമായിരുന്നു. അതിവിടെ നമ്മുടെ ബീച്ച് യൂണിറ്റിൽ സംവിധാനം ഇല്ലാത്തതാണ് ഈ തീപിടുത്തത്തിന്റെ ആഘാതത്തിന്റെ ഏറ്റവും വലിയ കാരണം. ഈ ടൗൺ കേന്ദ്രീകരിച്ച് നിൽക്കുന്ന ഒരു ടൗൺ എന്ന നിലയിൽ ഈ ബീച്ച് യൂണിറ്റ് സത്യത്തിൽ ഇവിടെ നിലനിർത്തേണ്ടതായിരുന്നു. അത് നിലനിർത്തിയ അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. എത്രത്തോളം കടകൾ ഇപ്പൊ കത്തിപ്പോയിട്ടുണ്ട്? നമുക്കൊരു ഏകദേശം ഇതിന്റെ മുകളിൽ ഒരു 20ഓളം കടകൾ പൂർണ്ണമായും കത്തിപ്പോയിട്ടുണ്ട്. ഒക്കെ തുണി കടകളാണ്. മുകുന്ദന്റെ നേതൃത്വത്തിലുള്ള കട കോഴിക്കോട് കോർപ്പറേഷൻ ബിൽഡിംഗ് ആ ഫ്ലോർ ഫുള്ള് മുകുന്ദനാണ് കോഴിക്കോട് കോർപ്പറേഷൻ കൊടുത്തിട്ടുള്ളത്. അതിന്റെ മുകളിലത്തെ നിലയിലേക്ക് തീ പടർന്നില്ലേ? തീ പടർന്നില്ല. പക്ഷെ ഇവിടെ ഒന്നായിട്ട് തന്നെ ഇവർ ബോർഡ് വെച്ച് അടിച്ചത് കൊണ്ട് ഫയർഫോഴ്സിന് വെള്ളം അടിച്ചതിന്റെ ഉള്ളിലേക്ക് എത്തിക്കാൻ കഴിയാത്തതാണ് പ്രശ്നം. ഇത് ഏറ്റവും നമ്മുടെ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു അനാസ്ഥയാണ്. കാരണം ഈ ബിൽഡിംഗിൽ ഇത്രയും ബോർഡുകളും മറ്റും വെച്ച് മൂടിയിട്ട് പോലും അതിനെതിരെ ഒരു നടപടി എടുക്കാത്തത് കൊണ്ടാണ് ഫയർഫോഴ്സിന് വെള്ളം അടിച്ച് അതിന്റെ ഉള്ളിലേക്ക് എത്തിക്കാൻ സാധിക്കാത്തത്. ബാക്കി സ്ഥലം പോലെയല്ല. കോഴിക്കോട്ടെ കാര്യം പറഞ്ഞാൽ മിഠായി തെരുവിലൊക്കെ തീ ഉണ്ടായി. നമുക്ക് അറിയാം അപകടങ്ങൾ എങ്ങനെ വരുമെന്നും ആ സമയത്ത് ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് എന്താണെന്നും നല്ലോണം അറിയാവുന്നതാണ്. പക്ഷെ എന്നിട്ടും ഈ കണ്ണായ ഭാഗത്ത് ഇങ്ങനെ ഈ നിയമലംഘനങ്ങളൊക്കെ നടക്കുമ്പോൾ പോലും അത് ഉദ്യോഗസ്ഥർ കണ്ടിട്ടൊന്നുമില്ല. അതെ, അതിന് ഞാൻ കഴിഞ്ഞ 6 മാസം മുമ്പേ കോഴിക്കോട് കോർപ്പറേഷനിൽ അതിശക്തമായിട്ട് അവതരിപ്പിച്ചതാണ് ഈ ബീച്ച് യൂണിറ്റ് ഇവിടെ നിലനിർത്തുകയും ഈ ബീച്ച് യൂണിറ്റ് ഇവിടെ ഇല്ലെങ്കിൽ മുട്ടായി തെരുവ് പോലെയുള്ള എപ്പോഴും അടുക്ക് തീപിടിക്കുന്ന സ്ഥലങ്ങൾ ആണ് പലപ്പോഴും ഉണ്ടാകാറുള്ളത്. അതുകൊണ്ട് യൂണിറ്റുകൾ നിലനിർത്തേണ്ടത് അത്യാവശ്യമാണെന്ന് പറയാം. കാരണം കഴിഞ്ഞ തീപിടുത്തത്തിന് 8 പേരാണ് മരിച്ചു വീണത്. അതൊക്കെ അറിഞ്ഞിട്ടും ഈ തീപിടുത്തം ഉണ്ടാകുമ്പോൾ മാത്രമേ ഈ അനധികൃത ഈ ബോർഡുകളൊക്കെ വെക്കുമ്പോൾ അത് നീക്കാനുള്ള നടപടി ഉണ്ടാവുന്നുള്ളൂ. സ്ഥിരമായ നടപടിയില്ല. അപ്പൊ മുട്ടായി തെരുവിൽ അടുത്ത് ഒരു തീപിടുത്തം ഉണ്ടായപ്പോഴാണ് ആ മുട്ടായി തെരുവിലുള്ള ബോർഡുകളും മറ്റും ഒക്കെ മാറ്റാൻ തയ്യാറായത്. ഇത് നിരന്തരം കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിൽ പറയുന്നുണ്ടെങ്കിലും ഉദ്യോഗസ്ഥന്മാര് അത് സെക്രട്ടറിയോ അത് ശരിക്ക് മുതലൊക്കെ എടുക്കാത്തത് കൊണ്ടാണ് ഇത്രയും വലിയ ഒരു ഗുരുതരമായ അപകടം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ശരി, വളരെ നന്ദി ശ്രീ അബൂബക്കർ ഇത്ര വിശദമായി പറഞ്ഞതിന്. നമ്മൾ ഈ അപകടത്തിന്റെ നിലവിലെ സാഹചര്യമൊക്കെ പറയുമ്പോഴും ഇത് ഇത്തരം ഒരു